KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇത് അഭിമാന നിമിഷമെന്നാണ് മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞത്. ആദ്യ യാത്രയിൽ വനിതകൾക്കൊപ്പം സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട്. ഒപ്പം KSRTA ജനറൽ സെക്രട്ടറി ശ്രീ ഹണി ബാലചന്ദ്രനും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം നൃപനിലേക്ക് ഒന്ന് പോകാം. നൃപൻ, അങ്ങനെ പ്രഖ്യാപിച്ചത് സമ്പൂർണ്ണ സൗജന്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓർഡിനറിയിൽ ആദ്യഘട്ടം എന്ന നിലയിൽ എന്നാണ് സർക്കാർ പറയുന്നത്. ഓർഡിനറിയിൽ ആ യാത്ര ജൂൺ 15 എന്ന നിലയിൽ അത് തുടങ്ങിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അജിംഷാദ്, അതിൻ്റെ ഒരു പഴയ ചരിത്രം കൂടി. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDFൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും അവരുടെ 5 ഗ്യാരണ്ടിയിലും പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ അവരുടെ പ്രകടന പത്രികയിൽ ഈ 5 ഗ്യാരണ്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ സൗജന്യ യാത്ര. സ്ത്രീകൾക്കുള്ള സൗജന്യ സമ്പൂർണ്ണ യാത്രയാണ് പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടന ഘട്ടത്തിൽ അദ്ദേഹം എല്ലാ പൊതുയോഗങ്ങളിലും ഒപ്പം തന്നെ അദ്ദേഹം നടത്തിയ ക്യാമ്പയിനിലൊക്കെ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോസ് ഉണ്ട്. അവിടെയെല്ലാം ആ സ്ത്രീകളോട് അദ്ദേഹം നേരിട്ട് പറയുന്നുണ്ട്, കേരളത്തിൽ എവിടെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്കും എങ്ങോട്ടും പള്ളിയിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ ആരാധനാലയങ്ങളിലേക്കോ എവിടെ പോകുന്നതിനും സൗജന്യമായി ഇനി യാത്ര ചെയ്യാം, എവിടെയെന്നില്ല. അങ്ങനെ വിശാലമായി കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് യാത്ര ചെയ്യാനുള്ള സൗജന്യ യാത്രയാണ് UDF വിഭാവനം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. തൊഴിൽ ചെയ്യാൻ പോകുന്നവർ, സാധാരണ പണിയെടുത്ത് ജീവിക്കുന്നവർ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതീക്ഷ നിർഭരമായ വാഗ്ദാനമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണമായി എന്നതാണ് കഴിഞ്ഞ KPCC നേതൃയോഗത്തിലടക്കം അവരുടെ വിലയിരുത്തലുണ്ടായത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തിയ VD സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആ തീരുമാനത്തിൽ നിന്ന് UDF പിന്നോട്ട് പോയി എന്ന കാര്യം വസ്തുതയാണ്. കാരണം അവർ ഇത് ഓർഡിനറി ബസ്സിലേക്ക് മാത്രം ചുരുക്കി. ഓർഡിനറി ബസ്സിലെന്ന് പറയുമ്പോൾ നിലവിലുള്ള കണക്കനുസരിച്ചിട്ട് ഈ KSRTC തന്നെ ഔദ്യോഗികമായി KSRTCയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CP ജോൺ, ഗതാഗത വകുപ്പ് മന്ത്രി, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കണക്കുകൾ, അദ്ദേഹം എല്ലാ കണക്കുകളും എല്ലാ ജില്ലകളിലെയും കണക്ക് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും പറഞ്ഞില്ല. അവസാനം KSRTC വകുപ്പിൽ നിന്ന് ലഭിച്ച കണക്കനുസരിച്ച് ഇന്ന് മന്ത്രിയോടെ പ്രഖ്യാപിച്ചു 3125 ബസ്സുകൾ KSRTCക്ക് ഓർഡിനറി ബസ്സുകളുണ്ട് എന്നതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. പക്ഷേ KSRTCയുടെ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്രയും ബസ്സുകളില്ല. അത്രയും ബസ്സുകൾ KSRTC നിരത്തിൽ ഓടുന്നില്ല എന്ന് തന്നെയാണ് വിശദമാക്കുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ 2849 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അത് ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വെറും 86 ബസ്സാണ് മലപ്പുറത്തുള്ളത്. വടക്കൻ ജില്ലകൾ ഓരോന്ന് പരിശോധിച്ചാൽ കാസർഗോഡ് 129, കണ്ണൂർ 181, വയനാട് 171, കോഴിക്കോട് 153, മലപ്പുറത്ത് 86, പാലക്കാട് 118, 126 തൃശ്ശൂർ, 272 എറണാകുളം, ഇടുക്കിയിൽ 113 ബസ്സുകൾ മാത്രം, കോട്ടയത്ത് 144, ആലപ്പുഴയിൽ 190, പത്തനംതിട്ടയിൽ 127, കൊല്ലത്ത് 370, തിരുവനന്തപുരത്താണ് ഇതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ആപേക്ഷികമായി അല്പം കൂടുതലുള്ളത് 669. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സിറ്റി ഫാസ്റ്റ് എന്ന തരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചതിൽ നേരത്തെ ഓടിയിരുന്ന ലിമിറ്റഡ് ഓർഡിനറി ബസ്സുകൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട്. നിലവിലുള്ള ഓർഡിനറി ബസ്സുകളും സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്നു. ആ ആക്ഷേപം ശരിയാണല്ലേ? അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വകുപ്പുകളിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പക്ഷേ അത് അങ്ങനെ ഒരു കടുങ്കൈ കൂടി ചെയ്തിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ തലസ്ഥാന നഗരത്തിൽ പ്രവർത്തിക്കുന്ന പല ഡിപ്പോകളിൽ നിന്ന് ഓർഡിനറി സർവീസുകളില്ലാത്ത ഡിപ്പോകളുണ്ട്. ഇപ്പം നിലവിൽ ഓർഡിനറി സർവീസ് ഒരു ബസ്സുകൾ പോലും സർവീസ് നടത്താത്ത KSRTC ഡിപ്പോകളുണ്ട്. നമ്മൾ പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ നോക്കുമ്പോൾ വളരെ പരിമിതമാണ്. ഈ കണക്കുകൾ പറയുന്നേക്കാൾ വളരെ ചുരുക്കപ്പട്ടികയാണുള്ളത്. വടക്കൻ ജില്ലകളിലോട്ട് പോയാൽ വളരെ പരിമിതമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്ത് ഗതാഗത വകുപ്പ് മന്ത്രി അധ്യക്ഷനായിരുന്നു. ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത യോഗത്തിൽ വലിയ പ്രഖ്യാപനമായി നടത്തി. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനത്തിൻ്റെ നിമിഷമാണെന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ പരിഗണനയുടെ ദിവസമാണ് എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിലൊരു മറുഭാഗമുള്ളത്, ഇതിനെ നമ്മൾ ഈ കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിലെ പ്രഖ്യാപനത്തെ ഒരു തരത്തിലും പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായി കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സമ്പൂർണ്ണ യാത്രാ സൗജന്യം എന്ന നിലയ്ക്കാണ് UDFൻ്റെ പ്രഖ്യാപനമെങ്കിൽ
KSRTCയുടെ മുഴുവൻ ബസ്സുകളിലും സമ്പൂർണ്ണമായ സൗജന്യം ഏർപ്പെടുത്തണമായിരുന്നു. എന്തുകൊണ്ട് അതിന് കഴിയാതെ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്നുകൂടി അജിംഷാദ് കൂട്ടിച്ചേർക്കാനുള്ളത്, പ്രതിദിന നഷ്ടം ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ള പ്രാഥമിക വിവരം 2 കോടി രൂപയാണ്. അതെങ്ങനെ കണക്കാക്കി എന്ന കാര്യത്തിലും സംശയാസ്പദമായ ചില സൂചനകളുണ്ട്. കാരണം നിലവിൽ ബസ്സുകൾ ഓടിത്തുടങ്ങി. ഇപ്പോൾ സീറോ ടിക്കറ്റാണ്. നേരത്തെ ഒരു തരത്തിലുള്ള ഒരു പരിശോധന അവർ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ രീതി അനുസരിച്ചാണ് സീറോ ടിക്കറ്റ് ഏർപ്പെടുത്തുന്നത്. സീറോ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കാനാണ്. ഒരു ദിവസം 15-ാം തീയതി ഇന്ന് രാവിലെ ആരംഭിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് വിടാം. നാളെ 16-ാം തീയതി രാവിലെ മുതൽ പുലർച്ചെ മുതൽ ആരംഭിച്ച് രാത്രി വരെ പാതിരാത്രി വരെയുള്ള സർവീസുകൾ ഓർഡിനറി ബസ്സുള്ള കണക്ക് മനസ്സിലാക്കുമ്പോൾ എത്ര സ്ത്രീകളാണ് KSRTCയെ ഓർഡിനറി ബസ്സുകളിൽ ആശ്രയിച്ചതെന്ന് മനസ്സിലാവും. ഒപ്പം തന്നെ ഓർഡിനറി ബസ്സിലെ സൗജന്യം ഏർപ്പെടുത്തുമ്പോൾ തന്നെ സ്വാഭാവികമായി സ്ത്രീകളുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും പുരുഷന്മാരുടെ തിരക്ക് ആശ്രയിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനൊരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ KSRTCയുടെ ഏറ്റവും ഈ പദ്ധതിയുടെ ഭാഗമായി മാത്രമുള്ള നഷ്ടം 2 കോടി രൂപ. ഒപ്പം തന്നെ നേരത്തെ തന്നെ KSRTCയുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതു സർക്കാർ കൊടുത്തിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പ്രതിവർഷം 1500 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് KSRTC നടത്തിക്കൊണ്ടു പോകാൻ കൊടുക്കണം. അതിന് പുറമെയാണ് ഈ 800 കോടി. അങ്ങനെയാണെങ്കിൽ 2300 കോടി രൂപ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും ഈ KSRTCക്ക് നഷ്ടമിനത്തിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. KSRTC EAയുടെ CITയുടെ നേതാവ് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. KSRTC ഗണേഷ് കുമാറിൻ്റെ കാലഘട്ടത്തിൽ ലാഭവും നഷ്ടവും ഇല്ലാതെ ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിൽ കുറ്റമറ്റ രീതിയിൽ KSRTC ഒരു നിലപാട് നട്ടലുയർത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇടത് സർക്കാരിന് നിർണായകമായ പങ്കുണ്ട്. ഒപ്പം തന്നെ 7 മുതൽ 8 കോടി വരെയുള്ള വരുമാനത്തിലേക്ക് പോയപ്പോഴാണ് ലാഭവും നഷ്ടവുമില്ലാതെ ഈ നിലയിൽ KSRTC നിലനിർത്തിയത്. പക്ഷേ ഇനി 2 കോടിക്ക് പുറത്തേക്ക് പോകുമ്പോൾ പ്രതിദിന നഷ്ടത്തിൽ അന്ന് തന്നെ KSRTCക്ക് ഡീസൽ അടിക്കാൻ ഇപ്പോൾ 16-ാം തീയതി രാവിലെ ആരംഭിച്ച് രാത്രി ആയാൽ അന്ന് KSRTC സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പരിശീലനത്തിലുള്ള തുക, ബാക്കി ഈ പറഞ്ഞ സ്പെയർ പാർട്ട്, ഡീസൽ തുടങ്ങിയ തുകയ്ക്കെല്ലാം മാറ്റിവെക്കണം. അപ്പോൾ ഈ 2 കോടി രൂപ കുറവ് വന്നാൽ മുൻപേ തന്നെ ഈ പണം KSRTCക്ക് ലഭിച്ചാൽ മാത്രമേ പിറ്റേന്ന് വണ്ടി നിരത്തിലിറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ബഡ്ജറ്റ് 19-ാം തീയതി വരുന്നുണ്ട്. ബഡ്ജറ്റിൽ ഇത് ഗ്രാൻഡായി അനുവദിക്കുമോ 800 കോടി രൂപയും അല്ലെങ്കിൽ പകുതി തുകയെങ്കിലും അനുവദിക്കുമോ, മുമ്പേ തന്നെ KSRTCയുടെ കൈവശം ഈ പണം ഉണ്ടാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നത് ഈ സ്വകാര്യ ബസ് ഉടമകളടക്കം ഇതിൽ അസ്വസ്ഥമാകുന്നു എന്നുള്ളതാണ്. കാരണം ഇവരുടെയൊക്കെ മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു. സ്വാഭാവികമായും യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്ക് സ്വകാര്യ ബസ് മേഖലയ്ക്ക് സംഭവിക്കുന്ന ആഘാതം എടുത്തു പറയുന്നുണ്ട്. അത് വലിയ പ്രതിഷേധവുമായി അവർ രംഗത്തെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നേരത്തെ നിർഭൻ സൂചിപ്പിച്ച പോലെ KSRTCക്ക് ഒട്ടും ഗുണപരമല്ല കണക്കുകൾ പരിശോധിക്കുമ്പോൾ. സംഘടനാ നേതാവും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഈ ബാധ്യത സർക്കാർ ഏറ്റെടുക്കില്ല. അത് KSRTCയുടെ തലയിൽ തന്നെ വെക്കാനുള്ള ഒരു നീക്കവും സതീശൻ നടത്തിയതിൽ വലിയ ആശങ്കയാണ് സംഘടനാ നേതാവ് ശ്രീ ഹണിയും മുമ്പോട്ട് വെക്കുന്നത്. ഇതിൻ്റെ കൂടെയാണ് സ്വകാര്യ ബസ്സുകൾ കൂടി സമരത്തിലേക്ക് പോകുന്നത്. അവിടെയും ജീവനക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, അല്ലേ നിർഭൻ? തീർച്ചയായും. നേരത്തെ ഈ സ്വകാര്യ ബസ് ഓണർമാരുടെ, മുതലാളിമാരുടെയും ജീവനക്കാരുടെയും സമരം നേരത്തെ തന്നെ അവർ പ്രഖ്യാപിക്കുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവർ തുടരുകയാണ്. ഈ സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ ആശങ്ക വച്ചു. കാരണം അവർ ഈ കാര്യങ്ങളുടെ ശാസ്ത്രീയമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല, 60% വരുന്ന ഈ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരിൽ കൂടുതൽ പേരും സ്ത്രീകളാണെന്ന കാര്യം വസ്തുത തന്നെയാണ്. അതിലെ ശതമാനക്കണക്കിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ അവർ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ സ്വാഭാവികമായി KSRTCയുടെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലായിരുന്നാൽ തന്നെയും അത് കൂടുതൽ സർവീസുകളിലേക്ക് വ്യാപിപ്പിക്കുകയും അത് ഗുണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ നഷ്ടം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടാവും. പഴയതുപോലത്തെ സ്വകാര്യ ബസ് എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്തുണ്ടായിരുന്ന സ്വകാര്യ ബസ് മുതലാളിമാരല്ല. ഇന്ന് പെർമിറ്റിൻ്റെ ചാർജ് വർധനവ്, ഡീസലിൻ്റെയും ഇന്ധനത്തിൻ്റെയും വില വർധനവ്, ഒപ്പം തന്നെ മറ്റ് സ്പെയർ പാർട്ടിൻ്റെയും മറ്റ് സാങ്കേതിക ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വലിയ ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ ബസ് മുതലാളിമാർ എന്ന് പറഞ്ഞാൽ പഴയ മുതലാളി വർഗ്ഗമല്ല. ഇപ്പോൾ കണ്ടക്ടറായും ഡ്രൈവറായും ഒക്കെ തന്നെ ക്ലീനറായും സ്വകാര്യ ബസ്സിൻ്റെ മുതലാളിമാർ പോവുകയാണ്. അങ്ങനെയാണ് ഈ സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു മേഖല മാത്രമല്ല, അജിംഷാദ് നമ്മുടെ ഈ യൂണിയൻ്റെ നേതാവ്, CITയുടെ നേതാവ് പറഞ്ഞതുപോലെ, ചർച്ചയിൽ പങ്കെടുത്ത ഈ ആൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നുകിൽ സമ്പൂർണ്ണമായ ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള
ഈ ഗുണം വേണം. ഒന്ന്, സമ്പൂർണ്ണമായ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പിലാക്കിയാൽ അത് സർക്കാരിൻ്റെ ഒരു വിഷൻ ആൻഡ് അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നേട്ടം കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടായി എന്ന് പറയാം. അതാണെങ്കിൽ അത് ഓക്കെ, അതിൻ്റെ നഷ്ടം സർക്കാർ വഹിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായ നേട്ടം സ്ത്രീകൾക്കുണ്ടാവുന്നില്ല. എന്നാൽ KSRTCക്കോ പൂർണ്ണമായ നഷ്ടം സഹിക്കേണ്ടി വരും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ടാകും. സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ നിലവിൽ ഏകദേശം അടച്ചുപൂട്ടലിൻ്റെ വക്ക് മാത്രമല്ല, ഭൂരിഭാഗം ബസ്സുകളും അന്ന് പഴയ മുമ്പുണ്ടായിരുന്ന ആ മേഖലയിലുണ്ടായിരുന്ന ബസ്സുകളുടെ എണ്ണവും ഇപ്പോഴുള്ള ബസ്സുകളുടെ എണ്ണവും പരിശോധിച്ചാൽ വലിയ തരത്തിലുള്ള നഷ്ടത്തിലേക്കും ആ മേഖല പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയിലാണ്. അവരെ